നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ലോക് ഭവൻ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പഴയ രാജ്ഭവൻ. അപൂർവമായി മാത്രം വലിയ സർക്കാർ ചടങ്ങുകളിൽ രാഷ്ട്രപതിയുടെ പ്രതിപുരുഷനായ ഗവർണർ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ഒരു കാലത്ത് എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അതിനു പോലും സംസ്ഥാന മുഖ്യമന്ത്രിയെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തിയാണ് ചർച്ച ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് അതിൻ്റേതായ വില നൽകിയിരുന്നു പൊതുജനം. ഇപ്പോൾ രാഷ്ട്രപതി വരുമ്പോൾ ഗവർണർ വരുമ്പോൾ എല്ലാവരും എണീറ്റിരിക്കും. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ജനഗണമന പാടും. ഫംഗ്ഷൻ നടക്കും. അത് കഴിയുമ്പോഴും അദ്ദേഹം എണീറ്റ് നിൽക്കും. അപ്പോൾ ജനഗണമന പാടും. അത് കഴിഞ്ഞ് അദ്ദേഹം പോകുന്നവർ അങ്ങനെ തന്നെ നിൽക്കും ആൾക്കാരെല്ലാം. അല്ലാതെ ഗവർണർ ഇറങ്ങിപ്പോകുമ്പോൾ പോലും നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ എന്ന് പറഞ്ഞ പോസ്റ്റിന് വലിയ വിലയുണ്ടായിരുന്നു. വന്നിപ്പോൾ രാഷ്ട്രീയത്തിനും വേണ്ട ജനത്തിനും വേണ്ടാതായ പിച്ചക്കാരന്മാർക്ക് ഇരിക്കേണ്ട ഇടമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക രാജ്ഭവനുകൾ. പാൻപരാഗം ചവച്ചു തുപ്പി അതിൻ്റെ അമിതമായ ഉപയോഗത്തിൽ പല്ലുകൾ ചതിക്കുമ്പോൾ തൻ്റെ പല്ല് നോക്കാൻ രാജ്ഭവനിൽ പല്ലാശുപത്രി വേണം എന്ന് ചടിക്കുന്നവന്മാരും 100-50 ഗോസായിമാരെ വിളിച്ചു വരുത്തി കേരളം മുഴുവൻ കാണിക്കാൻ കോടികൾ സർക്കാർ ഖജനാവിൽ നിന്നും ദുർവിനിയോഗം നടത്തുന്നവരും സ്വന്തം പാർട്ടി വളർത്താൻ കുറേ എണ്ണത്തിനെ രാജ്ഭവനിൽ ഉദ്യോഗസ്ഥരാക്കുന്നവനും തൻ്റെ പാർട്ടിക്കായി കള്ള വാർത്ത ഉണ്ടാക്കുന്ന നാലാംകുട യൂട്യൂബർമാരെ വിളിച്ചു വരുത്തി ചാപ്പാടും കൊടുത്ത് സമ്മാനങ്ങളും നൽകുന്നവനും ഔദ്യോഗിക ചടങ്ങിൽ പോലും തൻ്റെ പാർട്ടി വളർത്താൻ ശിവകാശി കലണ്ടറിൽ ആരോ വരച്ച ഒരു പെണ്ണുപിള്ളയുടെ കൊടി പിടിച്ച് നിൽക്കുന്ന പടം വച്ച് പൂജിക്കുന്നതിനും ഒക്കെയാണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ 108 പേർ ഒറ്റകക്ഷിയായി ജയിച്ച പാർട്ടി 3 തവണ മുഖ്യമന്ത്രിയാകാൻ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഡേറ്റിന് ചെന്നപ്പോൾ തൻ്റെ മുന്നിൽ ഭൂരിപക്ഷം തെളിയിക്കാനും അതിൻ്റെ പേപ്പറുകൾ തരാനുമൊക്കെ പറഞ്ഞ് മുട്ടാപ്പോക്ക് പറഞ്ഞ് നമ്മുടെ സിനിമാ നടൻ വിജയെ പൂട്ടാൻ നോക്കി മാക്സിമം. അങ്ങനെ 5-6 തവണ നടത്തിച്ചിട്ട് രാഷ്ട്രപതിക്ക് ഒരു പേപ്പർ കൊടുത്താൽ മതിയല്ലോ, അതായത് ഇവിടെ ഈ സംസ്ഥാനത്ത് ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്ന് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഒരു കളി കളിക്കാം തമിഴ്നാട്ടിൽ നിന്ന് രാജ്ഭവനിലെ ഗസ്റ്റ് ഗവർണർ എണ്ണം വിചാരിച്ചു. അതിനാണ് കളിച്ചത്. എന്നിട്ടും വിജയ്ക്ക് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു. കാരണം ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയപ്പോൾ DMKയുടെ മുന്നണിയിൽ മത്സരിച്ച് ജയിച്ച CPIയും CPMും മുസ്ലിം ലീഗും ഒക്കെ സ്റ്റാലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ നയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വിജയുടെ മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയൊന്നും ആകാതെ ഒരു സ്ഥാനവും വഹിക്കാതെ അയാളെ ഭരിക്കാൻ വിട്ടില്ല എങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യാളായി പ്രവർത്തിക്കുന്ന ഗവർണർ ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റാലിനെ പറഞ്ഞ് ബോധ്യമാക്കി. എന്നാൽ നിങ്ങൾ പുറത്തു നിന്ന് പിന്തുണ നൽകൂ എന്ന് പറഞ്ഞ് വിജയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തു. നാണമെന്ന വികാരം ഉണ്ടെങ്കിൽ ഈ ഗവർണർക്ക് ഓരോ തവണ വിജയ് കൊണ്ടുവന്ന ഷാളും തേങ്ങാക്കൊലിയൊക്കെ തിരിച്ചു കൊടുത്ത് മാതൃക കാണിക്കണമെന്ന് ഞാൻ പറയും. അയാൾ ഓരോ തവണ പോയപ്പോഴും ഓരോന്നും കൊണ്ട് കൊടുത്തു. ഒരു പുതപ്പ്, ഒരു ഷാള്, ഒരു ബൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വാങ്ങിച്ചിട്ടാണ് അത് എൻ്റെ മുന്നിൽ തെളിയിക്കുന്നു. ഇയാളുടെ മുന്നിലല്ല തെളിയിക്കേണ്ടത്, നിയമസഭയ്ക്കകത്താണ് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത്. പക്ഷേ ഇയാൾ പറയുന്നു അത് പറ്റില്ല, എൻ്റെ ലോക് ഭവനിൽ വന്ന് തെളിയിക്കണമെന്നാണ് വിവരം കെട്ടവൻ പറഞ്ഞത്. എന്നിട്ടും അതിനെ വിജയ് അതിജീവിച്ചു. എനിക്കാകെ വിജയോട് ഒരു അമർഷം തോന്നുന്നത് 10 വർഷം ഭരിച്ച സ്റ്റാലിൻ ദയനീയമായി പരാജയപ്പെട്ടു. അയാൾ പോലും തോറ്റുപോയി. പക്ഷേ അയാൾ പറഞ്ഞു വിജയ് ഭരിക്കട്ടെ, തമ്പി അനിയൻ ഭരിക്കട്ടെ 6 മാസം, എന്നിട്ട് അഭിപ്രായം പറയാമെന്ന് മാന്യത കാണിച്ച ആളാണ്. പക്ഷെ അയാളെ ഇങ്ങനെ നിരന്തരമായി കയ്യടിക്ക് വേണ്ടി വിജയ് തറ ഡയലോഗ് അടിക്കുന്നത് അപകടം ചെയ്യും എന്ന പക്ഷക്കാരനാണ് ഞാൻ. നമസ്കാരം. മലയാള സിനിമയിൽ
ഭക്തിഗാനങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അവയിൽ കാലാതിവർത്തിയായ കുറേ ഗാനങ്ങളുണ്ട്. ഹിന്ദുഭക്തി ഗാനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സത്യനായക, വിശ്വഗായക എന്നൊക്കെ പറഞ്ഞ ശിവഭാരൻ തമ്പി എഴുതിയ ക്രിസ്ത്യൻ പാട്ടടക്കം ഒരുപാട് ക്രിസ്ത്യൻ പാട്ടുകളില്ലേ. സമയമാമരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, ഒരുപാട് പാട്ടുണ്ട് ക്രിസ്ത്യൻ ഇതിൽ. അതുപോലെ റസൂലേ നിൻ കനുവാലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ഭക്തി ഗാനങ്ങളും ഈ ഗണത്തിൽ പറയാനുണ്ട്. 65 വർഷക്കാലമായി, 65, ഞാനോ നിങ്ങളോ ജനിക്കുന്നതിന് മുമ്പ് എന്ന് ഓർക്കുക, മലയാളിക്ക് കേട്ടു മടുക്കാത്ത ഒരു ഭക്തിഗാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കേട്ടു നോക്കൂ ആ ഭക്തിഗാനത്തിലെ ആദ്യത്തെ 4 വരികൾ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഇഹ പരസുകൃതം മേകിടുമാർക്കും ഇതു സംസാര വിമോചനമാർഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കേട്ടല്ലോ, ജാതി മത വ്യത്യാസമില്ലാതെ ഈ പാട്ട് കേൾക്കുന്നവർ ജീവിതത്തിൻ്റെ അനന്തമായ സത്യത്തെപ്പറ്റി ഒരു നിമിഷം ചിന്തിച്ചു പോകാം എന്നാണ് എൻ്റെ വിശ്വാസം. ആധുനിക വാദ്യസംഗീതത്തിൻ്റെയോ ഡോൾബി അറ്റ്മോസിൻ്റെയോ ഒന്നും പിൻബലമില്ലാതെ മനുഷ്യ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന വരികളും സംഗീതവും ആലാപനവും. ഈ പാട്ടിൻ്റെ ആലാപനത്തിലൊരു ഭക്തി പാരവശ്യമുണ്ട്. ഒരുപക്ഷെ അന്ന് യേശുദാസ് പിന്നണി പാടാൻ ഇറങ്ങിയിട്ടില്ല. അതിനാലാകണമോ അതോ ഈ പാട്ട് കമുകറ പുരുഷോത്തമൻ എന്ന ഗായകൻ്റെ ശബ്ദം ഉത്തമമാണെന്ന് തോന്നിയതിനാലോ ആകണം ഈ ഗാനം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പാടിച്ചത്. യേശുദാസ് അപ്പോൾ ഗായകനായിട്ടില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ഗാനം കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. മനസ്സിനെ മനനം ചെയ്യാൻ ഇത്തരം പാട്ടുകൾക്ക് കഴിയും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ 3 പേർ അടിപിടി കൂടുന്നില്ലേ, അവരൊക്കെ ഈ പാട്ടൊരു 10 പ്രാവശ്യം കേൾക്കണമെന്ന് ഞാൻ പറയും. ഭക്തകുചേലയിലെ ഈശ്വര ചിന്ത ഇതൊന്നേ അതിനെപ്പറ്റി പറയണമെങ്കിൽ ആദ്യം ഹരിചന്ദ്രയിലെ ആത്മവിദ്യാലയത്തെപ്പറ്റി പറയണം, എന്നാലേ നന്നാവും. ഉദയായിൽ ഗതികെട്ട് തൊഴിലാളി സമരം വന്നു. സ്റ്റുഡിയോ അടച്ചുപൂട്ടി. കേവലം 6 മാസം കൊണ്ട് ഉദ്ഘാടനവും സമാപനവുമായിരിക്കുന്നു ഉദയ. ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉദയയിൽ ഉണ്ടാകുമെന്ന് കുഞ്ചാക്കോ മാത്രമല്ല ആരും പ്രതീക്ഷിച്ചില്ല. ആരെയും ഒതുക്കാനും മെരുക്കാനും പ്രാപ്തനാണല്ലോ മുതലാളി. ടി വി തോമസ് അടക്കം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ കുഞ്ചാക്കോയുടെ പോക്കറ്റിലുണ്ട്. അപ്പം സമരത്തെ ആര് പേടിക്കാൻ? പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. സ്ഥലം തൊഴിലാളികളുടെ ചോര കൊണ്ട് ചുവന്ന ആലപ്പുഴയല്ലേ. മുതലാളി സ്റ്റുഡിയോ പൂട്ടി സ്ഥലം വിട്ടു. ഈ സമരത്തിൽ ഏറ്റവും അധികം ഖിന്നനായത് കുഞ്ചാക്കോയുടെ ശക്തനായ എതിരാളി ആയിരുന്ന സാക്ഷാൽ മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയായിരുന്നു. കുഞ്ചാക്കോയ്ക്ക് ഈ അവസരം വരാമെങ്കിൽ നാളെ എനിക്ക് നേരെയും ഇതുപോലെ ഉണ്ടാകാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. മെരിലാൻഡ് അനിയത്തിക്ക് ശേഷം CID എന്ന സിനിമ തുടങ്ങാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. പെട്ടെന്നൊരു പുണ്യപുരാണ ചിത്രം നിർമ്മിച്ചാലോ എന്നായി സുബ്രഹ്മണ്യ മുതലാളിയുടെ മനസ്സിൽ. പ്രഹ്ലാദ എന്ന ഇത്തരം ചിത്രം നിർമ്മിച്ച് വിജയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ കരുത്തുണ്ടായ ആളാണ് പി. സുബ്രഹ്മണ്യം. സാമൂഹിക കഥകൾക്ക്
ഒരു ഉറപ്പും നമുക്ക് നൽകാനാവില്ല. ഭക്തിയാവുമ്പോൾ മിനിമം ഗ്യാരണ്ടിയെങ്കിലും ഉണ്ടാകും. മാത്രമല്ല, സിനിമ യുവാക്കളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും വിറ്റ് കാശുണ്ടാക്കുന്നത് ആകരുത് എന്ന് പരമഭക്തനായ പി സുബ്രഹ്മണ്യം എപ്പോഴും ചിന്തിച്ചിരുന്നു. അദ്ദേഹം ഒരു വലിയ മുരുക ഭക്തനായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിന് കള്ള് കച്ചവടത്തിലും വ്യഭിചാരശാല നടത്തിയും കിട്ടുന്ന ലാഭം പോലെ മാത്രമേ കണക്കാക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ആ ചിന്തയാകണം മെരിലാൻഡിൽ നിന്നും സാമൂഹ്യ ചിത്രങ്ങളിൽ പോലും അധമ സംസ്കാരം വരുത്തുന്നതൊന്നും അദ്ദേഹം കാട്ടിയിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ മരണം വരെ. പ്രഹ്ലാദയ്ക്ക് ശേഷം ഭക്തിയുടെ ടോണറിൽ ഇനിയൊരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അചഞ്ചലനായി സത്യധർമ്മങ്ങൾക്ക് വേണ്ടി ജീവിച്ച് തൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ശ്മശാനം കാവൽക്കാരൻ ആകാൻ വിധിക്കപ്പെട്ട ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കഥ പറയണം. അതാണ് ഇനി ചെയ്യേണ്ടത് എന്ന് സുബ്രഹ്മണ്യം മുതലാളി ഉറപ്പിച്ചു. സത്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി അപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ സിനിമകൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ നിശബ്ദ ചിത്രമായ രാജാ ഹരിചന്ദ്രയാണല്ലോ. ദാദാസാഹിബ് ഫാൽക്കെ അതിലൂടെ ഇന്ത്യൻ സിനിമയുടെ പിതാവുമായി. കണ്ണകിയുടെയും കോവിലിൻ്റെയും കഥ പറഞ്ഞു പോയ ഉദയായുടെ നല്ല തങ്ക പോലും വലിയ വിജയം കൊയ്ത സിനിമയാണല്ലോ. ചർച്ച ചെയ്തപ്പോൾ ആസ്ഥാന വിദൂഷകരെല്ലാം മുതലാളിയെ പ്രോത്സാഹിപ്പിച്ചു. നല്ല കഥ, നന്നായി ഓടാൻ സാധ്യതയുണ്ട് മുതലാളി. മെരിലാൻഡിലെ അന്തേവാസിയായി എന്തിനും തയ്യാറായി നിൽക്കുന്ന KP കൊട്ടാരക്കര അപ്പോൾ മെരിലാൻഡിലുണ്ട്. ഹരിചന്ദ്രൻ്റെ തിരക്കഥ എഴുതാൻ KP കൊട്ടാരക്കരയെ ഏൽപ്പിച്ചു മുതലാളി. മെരിലാൻഡിലെ സ്ഥിരം പാട്ടെഴുത്തുകാരൻ തിരുനേനാർ കുറിച്ചി മാധവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു. തിരുനേനാർ കുറിച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തമിഴ്നാടിന് കൊടുത്ത ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. കന്യാകുമാരി ജില്ലയിലുള്ള ഒരു ഗ്രാമമാണ് തിരുനേനാർ കുറിച്ചി. കന്യാകുമാരി തമിഴ്നാടിന് കൊടുത്തിട്ട് പാലക്കാട് നമ്മൾ വാങ്ങിയതിനാൽ ഇവിടെയുള്ള മലയാളികൾ മുഴുവൻ തമിഴ്നാട്ടുകാരായി മാറി. മാധവൻ നായർ എന്നാണ് തിരുനേനാർ കുറിച്ചി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഗാനരചയിതാവിൻ്റെ ശരിയായ പേര്. മാധവൻ നായർ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ചെയ്യാതിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും മലയാള സിനിമയുടെ ശൈശവ കാലഘട്ടത്തിൽ മധുരതരമായ ചിന്തയ്ക്ക് വക നൽകുന്ന നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം. പി സുബ്രഹ്മണ്യത്തിൻ്റെ സ്നേഹിതൻ ആയിരുന്നതിനാലാണ് മാധവൻ നായർക്ക് സിനിമാ ഗാനങ്ങൾ എഴുതാൻ തുണയായത്. 1952 തിരുവനന്തപുരത്തിനടുത്ത് നേമത്ത്, എൻ്റെ നാട്ടിൽ, മെരിലാൻഡ് സ്റ്റുഡിയോ പി സുബ്രഹ്മണ്യം സ്ഥാപിച്ചു. നീല പ്രൊഡക്ഷൻസ് ആദ്യ സംരംഭം ആത്മസഖിയിലൂടെ സുഹൃത്തായ മാധവൻ നായരെ സുബ്രഹ്മണ്യം മുതലാളി ഗാനരചയിതാവാക്കി തുടക്കം കുറിപ്പിച്ചു. നീല പ്രൊഡക്ഷൻസ് എന്നത് സുബ്രഹ്മണ്യം മുതലാളിയുടെ അമ്മ നീലാമ്പാളിൻ്റെ പേര് ലോപിച്ചതാണ്. നീല പ്രൊഡക്ഷൻസ്. അദ്ദേഹം ശാന്തിവിളിയിൽ നേമം സർക്കാർ ആശുപത്രി വന്നപ്പോൾ നീലാമ്പാളിൻ്റെ പേരിൽ മെറ്റേണിറ്റി വാർഡ്, ഒരു പ്രസവ വാർഡ് കെട്ടിക്കൊടുത്തു. അതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ കൊച്ചായിരുന്ന ഞങ്ങളൊക്കെ അപാലവൃത്തം പേരും സുബ്രഹ്മണ്യം മുതലാളിയൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞ് ആശുപത്രി ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ട്. സത്യം മാഷിൻ്റെയും തിരുനേനാർ കുറിച്ചി മാധവൻ നായരുടെയും ആദ്യ ചിത്രമായിരുന്നു ആത്മസഖി. മെരിലാൻഡിൽ നിന്നും പുറത്തു വന്ന 20-ലധികം ചിത്രങ്ങൾക്ക് മാധവൻ നായർ പാട്ടെഴുതി. 25 സിനിമകളാണ് ആകപ്പാടെ തിരുനേനാർ കുറിച്ചി പാട്ടെഴുതിയിട്ടുള്ളത്. ബ്രദർ ലക്ഷ്മണനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ അധികവും സംഗീതം നൽകിയത്. 1965 ഏപ്രിൽ 1 ഉദരസംബന്ധമായ അസുഖത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തിരുനേനാർ കുറിച്ചി മാധവൻ നായർ വിട പറഞ്ഞു. അപ്പോൾ ഹരിചന്ദ്ര തുടങ്ങാൻ തീരുമാനിച്ചു. KP കൊട്ടാരക്കരയുടെ കഥയും രസകരമാണ്. നാടക നടനായിരുന്നു. കൊട്ടാരക്കരയിൽ ജനിച്ച
കെ കുട്ടൻപിള്ള, ആർ കുട്ടൻപിള്ള. 10ാം ക്ലാസ് വരെ അനുഷ്ഠിച്ച് പഠിച്ചു. നേരെ പട്ടാളത്തിൽ പോയി. 1926 ജനിച്ച ആളാണ്. 1950 പട്ടാള ജോലി മതിയാക്കി പോന്നു. തിരുവനന്തപുരത്തൊരു സ്റ്റുഡിയോ വന്നുവെന്നും അവർ ആത്മസഖി എന്നൊരു സിനിമ എടുക്കുന്നതും കുട്ടൻപിള്ള അറിഞ്ഞു. നേരെ വച്ചു പിടിച്ചു നേമത്തേക്ക്. പി സുബ്രഹ്മണ്യത്തിനെ കണ്ട് ആഗമന ഉദ്ദേശം പറഞ്ഞു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്, മുൻ പട്ടാളക്കാരനാണ്, നാടക നടനാണ്, എനിക്ക് ഇവിടെ മുതലാളി സിനിമ തുടങ്ങുന്നതെന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒരു വേഷം തരണം എന്നൊക്കെ പറഞ്ഞു. സുബ്രഹ്മണ്യ മുതലാളി ഒരു ചെറിയ റോൾ ആത്മസഖിയിൽ നൽകി. അവകാശി തുടങ്ങുന്നു മെരിലാൻഡിൽ എന്നറിഞ്ഞപ്പോൾ വീണ്ടും വന്നു. നാടക നടനല്ലേ, ഇതിൻ്റെ സംഭാഷണം എഴുത് എന്ന് സുബ്രഹ്മണ്യ മുതലാളി ഏൽപ്പിച്ചു. വേഷവും കൊടുത്തു. ഹരിചന്ദ്രയടക്കം 4 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ശേഷം കുട്ടൻപിള്ള മദ്രാസിലേക്ക് പോയി. മദ്രാസിലെത്തിയ കുട്ടൻപിള്ള KP കൊട്ടാരക്കര എന്ന പ്രശസ്തനായ നിർമ്മാതാവായി മാറി. ഗണേഷ് പിക്ചേഴ്സ് എന്ന ബാനറിൽ നിരവധി സിനിമകൾ നിർമ്മിച്ചു. വലിയ നിർമ്മാതാവായി അദ്ദേഹം മാറി. വീണ്ടും നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ പോവാം. മാധവൻ നായരോട് പാട്ടെഴുതാൻ പറഞ്ഞു ഹരിചന്ദ്രയ്ക്ക്. അദ്ദേഹം എഴുതി. ആത്മവിദ്യാലയമേ എന്ന ഗാനം വായിച്ച് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് എന്താ പറയുക, സുബ്രഹ്മണ്യം വികാരാധീനായി. ഈ പടം സൂപ്പർ ഹിറ്റാവും ഈ പാട്ട് കൊണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ബ്രദർ ലക്ഷ്മണനെ വിളിച്ച് ട്യൂണിടാൻ പറഞ്ഞു. മാനസ സഞ്ചരരെ എന്ന പഴയ കീർത്തനത്തിൻ്റെ ട്യൂൺ ഈ പാട്ടിന് നൽകിയാൽ നന്നാവുമെന്ന നിർദ്ദേശവും സുബ്രഹ്മണ്യ മുതലാളി സംഗീത സംവിധായകനോട് പറഞ്ഞു. ഹരിചന്ദ്രയിലെ പാട്ടിന് ട്യൂൺ നിർദ്ദേശിച്ചുവെങ്കിലും അതിനു മുമ്പോ അതിന് ശേഷമോ അദ്ദേഹം അത്തരം സാഹസങ്ങൾക്ക് ഒരിക്കലും മുതിർന്നിട്ടില്ല. കമുകറ പുരുഷോത്തമൻ പാടിയാൽ ഈ പാട്ട് നന്നാവുമെന്നും സുബ്രഹ്മണ്യ മുതലാളി ബ്രദർ ലക്ഷ്മണനോട് പറഞ്ഞു. ബ്രദർ ലക്ഷ്മൺ ട്യൂണിട്ടു. തിരുവട്ടാറിൽ നിന്നും കമുകറ വന്ന് പാടി. പാട്ട് കേട്ട പി സുബ്രഹ്മണ്യം ആവേശഭരിതനായി. ഈ ചിത്രം വലിയ വിജയമാകും. അതുതന്നെ സംഭവിച്ചു. കേരളീയ ജീവിതത്തെ സ്പർശിച്ച ഗാനമായി ആത്മവിദ്യാലയമേ ഹിറ്റായി. റേഡിയോയിൽ സദാ കേൾക്കുന്ന അക്കാലത്തെ പാട്ടായിരുന്നു ആത്മവിദ്യാലയമേ. ഹരിചന്ദ്രയ്ക്ക് പറയാൻ കുറേ പ്രത്യേകതകൾ ഇനിയുമുണ്ട്. ഔട്ട്ഡോർ സെറ്റ് ഒരുക്കി നിർമ്മിച്ച ആദ്യ മലയാള ചിത്രമാണ് ഹരിചന്ദ്ര. ഹരിചന്ദ്രയ്ക്കായി ഔട്ട്ഡോർ സെറ്റുകൾ ഒരുക്കിയ കഥ 1955 മാർച്ച് 9 മാതൃഭൂമി പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വന്നു. 1955 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനോ നിങ്ങളെ ജനിച്ചിട്ടില്ല. മിത്രദാസാണ് ഹരിചന്ദ്രയുടെ സംവിധായകൻ. ഹരിചന്ദ്രനായത് മെരിലാൻഡിൻ്റെ ആസ്ഥാന നടനായ തെക്കുറിശ്ശിയായിരുന്നു. ചന്ദ്രമതിയായത് കുമാരിയും വിശ്വാമിത്രനായി GK പിള്ളയും സത്യകീർത്തിയായി ജോസ് പ്രകാശും അഭിനയിച്ചു. മെരിലാൻഡും ഉദയായും തമ്മിലുള്ള ഗുണകരമല്ലാത്ത മത്സരവും അതിനു പിന്നിൽ നടക്കുന്ന അന്തർനാടകങ്ങളും അക്കാലത്ത് വലിയ വാർത്തകളായിരുന്നു. മെരിലാൻഡിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ ഉദയയുടെ എന്താ പറയുക സ്പൈ വർക്കേഴ്സ് മെരിലാൻഡിലുണ്ടായിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ മെരിലാൻഡിൽ എന്ത് നടക്കുന്നു, ആരൊക്കെ വന്നു പോകുന്നു, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് മെരിലാൻഡിൽ നിന്നും ഉദയയിലേക്കും തിരിച്ച് അതേ തൂക്കത്തിൽ ഉദയ രഹസ്യങ്ങൾ ഇങ്ങോട്ടും കൃത്യമായി കിട്ടുമായിരുന്നു. അതാ വരുന്ന ഒരു വാർത്ത. മെരിലാൻഡ് ഭക്ത കുചേല എന്ന സിനിമ എടുക്കുന്നു. സതീർത്ഥനായ കുചേല ബ്രാഹ്മണൻ്റെ കഥ എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്നു. കഥ പറയുമ്പോൾ എന്ന മമ്മൂട്ടി ശ്രീനിവാസൻ സിനിമയിൽ പോലും കുചേലൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ ശ്രീകൃഷ്ണ കുചേല പുരാണത്തെ ബേസ് ചെയ്ത് നിരവധി സിനിമകൾ വന്നു പോയിട്ടുണ്ട്. പാപനാശ ശിവനും SD സുബ്ബലക്ഷ്മിയും അഭിനയിച്ച, MS സുബ്ബലക്ഷ്മിയല്ല SD സുബ്ബലക്ഷ്മിയും അഭിനയിച്ച ഭക്ത കുചേലയാണ് ജനപ്രീതി നേടിയ ആദ്യ ചിത്രം. ഈ വിഷയം ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് നന്നായി അറിയാവുന്ന നമ്മുടെ മരിച്ചുപോയ ശ്രീനിവാസൻ സ്വന്തം അളിയനെ സംവിധായകനാക്കി മുകേഷിനെ കൂടി നിർമ്മാണത്തിൽ എന്താ പറയുക പങ്കാളിയാക്കി. ഈ മർമ്മം അറിയാവുന്നതിനാലാണ് കഥ പറയുമ്പോൾ
എന്ന് പറഞ്ഞ തിരക്കഥ എഴുതിയതും സിനിമ സൂപ്പർ ഹിറ്റായി എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. മെരിലാൻഡ് ഭക്തകുചേല എടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതേ കഥ നമുക്ക് കൃഷ്ണകുചേലയായി എടുക്കാമെന്ന് കുഞ്ചാക്കോ നിശ്ചയിച്ചു. ഭക്തകുചേലയിൽ കൃഷ്ണനാകാൻ മെരിലാൻഡ് ആന്ധ്രയിൽ നിന്നും കാന്തറാവുവിനെ ഇറക്കിയപ്പോൾ ഉദയ ശ്രീകൃഷ്ണനാവാൻ പ്രേം നസീറിനെ തന്നെ ഇറക്കി. വടക്കൻ പാട്ട് തിരക്കഥകൾ എഴുതുന്ന ശാരംഗപാണി തന്നെ കൃഷ്ണകുചേലയ്ക്കായി തിരക്കഥ എഴുതി. ഒരേ സമയം ആലപ്പുഴയിലും തലസ്ഥാനത്തും കൃഷ്ണനും കുചേലനും കംസനുമൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാടി. പി ഭാസ്കരൻ മാസ്റ്റർ രചിച്ച് കെ രാഘവൻ മാഷ് സംഗീതം ചെയ്ത പാട്ടുകൾ ഒന്നും കൃഷ്ണകുചേലയിലത് ക്ലച്ച് പിടിക്കാതെ പോയി. മെരിലാൻഡിൻ്റെ സ്ഥിരം സംഗീതക്കാരനായ ആ വിഭാഗത്തിലെ തിരുനേനാർ കുറിച്ച് എഴുതി ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകിയ 15 ഗാനങ്ങൾ ഭക്തകുചേലയിലുണ്ടായിരുന്നു. ഇവയിൽ ഈശ്വരചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതം ഈ ഉലകിൽ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ ഭക്തിഗാനമായി തത്വചിന്താപരമായ ഗാനമായി നിലകൊള്ളുന്നു. നമുക്ക് കേൾക്കാം, അതിൻ്റെ സാരാംശം പിന്നാലെ പറയാം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഇഹ പരസുകൃതം മേകിടുമാർക്കും ഇതു സംസാര വിമോചനമാർഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കണ്ണിൽ കാൺമതു കളിയായി മറയും കാണാത്തതു നാമിങ്ങനെയറിയും. കണ്ണിൽ കാൺമതു കളിയായി മറയും കാണാത്തതു നാമിങ്ങനെയറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മന്നിതുമായ നാടകരംഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. 10 ലഭിച്ചാൽ 100 ദാഹം, 100 ആക്കാൻ മോഹം. 1000 10,000 ആശയ്ക്കുലകിതിലളവുണ്ടാമോ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കിട്ടും വകയിൽ തൃപ്തിയാകാതെ കിട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട മുരളീധർ ഷേണായിയാണ് ഇവിടെ ഈ ഗാനം ഇപ്പോൾ പാടിയിരിക്കുന്നത്. മലയാളത്തിലെ ഒരുപിടി നല്ല ഗാനങ്ങൾ ഫേസ്ബുക്കിലൂടെ പാടി മുരളീധർ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മുരളീധറിൻ്റെ ഫേസ്ബുക്കിൽ കയറി കണ്ടാൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. നമുക്ക് ഏറെ ഇഷ്ടം തോന്നി എനിക്ക് അദ്ദേഹത്തോട്. അത് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ വളരെ സിമ്പിൾ മാനാണ്. അതിനെന്താ ഞാൻ പാടിത്തരാം. അങ്ങനെ അദ്ദേഹം കൃത്യമായിട്ട് എന്നെ ചോദിച്ചു, ഓഡിയോ മാത്രം മതിയോ വീഡിയോ വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെ 4 കട്ട് ചെയ്യാനാണ്, നിർത്തി പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതുപോലെ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. തിരുനേനാർ കുറിച്ചിയുടെ വരികളുടെ സാരാംശം എനിക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി കുറിച്ച് തന്നത് പ്രശസ്ത ഗാന നിരൂപകൻ ടി പി ശാസ്ത്രമംഗലം ചേട്ടനാണ്. ഞാനൊരു രാത്രി വിളിച്ച്
ഈശ്വര ചിന്ത ഇതൊന്നേ എന്നുള്ള ആ സിനിമയിലെ ആ പാട്ടിലെ വരികൾ വിശദമാക്കി തരാമോ എന്ന് ചോദിച്ചതും ഒരു മടിയും കൂടാതെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ അയച്ചു തരാൻ ദിനേശേ എന്നായിരുന്നു മറുപടി. ബ്രദർ ലക്ഷ്മൺ സന്യാസ തുല്യനായി ജീവിച്ച മനുഷ്യനായിരുന്നു. തമിഴ്നാട് ചിദംബരത്തിനടുത്താണ് ബ്രദർ ലക്ഷ്മണിൻ്റെ വീട്. അവിടെ കുറച്ച് വസ്തുവകകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കവടിയാർ പാലസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സിനിമയാണ് പ്രഹ്ലാദ. ആ സിനിമയിലെ പാട്ടുകൾക്ക് ഹാർമോണിയം വായിച്ച ആളായിരുന്നു എന്താ പറയുക ബ്രദർ ലക്ഷ്മൺ. പ്രഹ്ലാദയുടെ കവടിയാർ കൊട്ടാരം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മേയറും കവടിയാർ കൊട്ടാരവുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിർമ്മാണ മേൽനോട്ടം പി സുബ്രഹ്മണ്യം മുതലാളിക്കായിരുന്നു. 40കളിൽ കെ സുബ്രഹ്മണ്യത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന മദ്രാസ് യുണൈറ്റഡ് കോർപ്പറേഷൻ എന്ന കമ്പനി നിർമ്മിച്ച തമിഴ് സിനിമകളിലൂടെ രംഗത്തെത്തിയ തമിഴ്നാട് സ്വദേശിയാണ് ലക്ഷ്മൺ. പ്രശസ്ത സംഗീതജ്ഞരായ പാപനാശം ശിവനും പാർത്ഥസാരഥി അയ്യങ്കാരും യുണൈറ്റഡ് കോർപ്പറേഷനിലെ സ്ഥിരം സംഗീത സംവിധായകരായിരുന്നു. അവരുടെ ഓർക്കസ്ട്ര ട്രൂപ്പിലെ ഹാർമോണിസ്റ്റായിരുന്നു ലക്ഷ്മൺ. വർഷങ്ങളോളം കൂടെ പ്രവർത്തിച്ച ലക്ഷ്മണിൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ കെ സുബ്രഹ്മണ്യം 1946 തൻ്റെ വികടയോഗി എന്ന ചിത്രത്തിലെ ചില പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ലക്ഷ്മണിന് അവസരം നൽകി. തുടർന്ന് 1947 വിചിത്ര വനിത, 1949 ഗീതാഗാന്ധി എന്നീ കെ സുബ്രഹ്മണ്യം ചിത്രങ്ങളിലും ലക്ഷ്മൺ സംഗീതം നൽകി. സാത്വികനും അന്തർമുഖനും ബ്രഹ്മചാരിയും ആയിരുന്നതിനാലാണ് ബ്രദർ എന്ന വിശേഷണം ലക്ഷ്മണിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കപ്പെട്ടത്. എല്ലാവരും ബ്രദർ 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 എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സന്യാസി തുല്യനായി ജീവിക്കുന്ന, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാത്ത, അന്തർമുഖനായ, അധികം ആരോട് സംസാരിക്കാത്ത ആ മനുഷ്യനെ എല്ലാവരും ബ്രദർ 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 എന്ന് വിളിച്ച് ബ്രദർ ലക്ഷ്മണനായി മാറി. കെ സുബ്രഹ്മണ്യം മലയാളത്തിൽ സംവിധാനം ചെയ്ത ഏക ചിത്രമാണ് പ്രഹ്ലാദ. നേരത്തെ പറഞ്ഞ കവടിയാർ കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ മദ്രാസ് യുണൈറ്റഡ് കോർപ്പറേഷൻ ഫിലിം കമ്പനിയും ചേർന്നാണ് പ്രഹ്ലാദ നിർമ്മിച്ചത്. വിദ്വാൻ VS പാർത്ഥസാരഥി അയ്യങ്കാരായിരുന്നു പ്രഹ്ലാദയുടെ സംഗീത സംവിധായകൻ. നാട്യാചാര്യൻ നമ്മുടെ തിരുവനന്തപുരത്തുകാരനായ ഗുരു ഗോപിനാഥ് ഹിരണ്യ കശിപുവായും NP ചെല്ലപ്പൻ നായർ ശുക്ര ആചാര്യനായും തങ്കമണി കയ്യാതുവായും ഈ സിനിമയിൽ അഭിനയിച്ചു. മാസ്റ്റർ ഗോപി, മാസ്റ്റർ സദാശിവൻ, മാസ്റ്റർ ബാലചന്ദ്രൻ എന്നീ കുട്ടികൾ പ്രഹ്ലാദയിൽ അഭിനയിച്ചു. മാസ്റ്റർ സദാശിവനാണ് പിന്നീട് പട്ടം സദനായി വളർന്നത്. മാസ്റ്റർ ബാലചന്ദ്രനാണ് പിന്നീട് TK ബാലചന്ദ്രൻ എന്ന നിർമ്മാതാവും നടനുമായി വളർന്നത്. പ്രഹ്ലാദയിൽ 24 ഗാനങ്ങളുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലനിൽ 23 ഗാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗാനം കൂടുതലാണ് പ്രഹ്ലാദയിൽ. മലയാളം സംസാരിച്ച 3ാമത്തെ സിനിമ ആയിരുന്നു പ്രഹ്ലാദ. 1941 ആഗസ്റ്റ് 17 പ്രഹ്ലാദ തിയേറ്ററുകളിലെത്തിയത്. വരുന്ന ആഴ്ച മുതൽ ഗോപിനാഥ്, തങ്കമണി, കുമാരി ലക്ഷ്മി അഭിനയിച്ച പ്രഹ്ലാദ മലയാളം പടം ജെമിനി സ്റ്റുഡിയോയിൽ മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷൻ തയ്യാർ ചെയ്തത്. ഡയറക്ഷൻ എന്നാണ് ഇരിക്കുന്നത്. ഡയറക്ഷൻ കെ സുബ്രഹ്മണ്യം, BA BL, ജെമിനി റിലീസ്, ഇങ്ങനെയായിരുന്നു പത്രങ്ങളിൽ കൊടുത്ത പരസ്യം. തിരുവനന്തപുരം ന്യൂ തിയേറ്റർ, കൊല്ലം സ്വാമി ടോക്കീസ്, കോഴിക്കോട് ഷാജ്ഹാൻ ഹാൾ, അതായത് പിന്നീട് അത് കോർണേഷൻ എന്നായി മാറി, എറണാകുളം മേനക, കോട്ടയം വിജയ ടാക്കീസ്, ഇത്രയും സ്ഥലങ്ങളിലാണ് 5 സ്ഥലങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്തത്. ബാലനും ജ്ഞാനാംബികയുമുള്ള ബാലാരിഷ്ടതകൾ ഇല്ലാത്ത സിനിമയായിരുന്നു പ്രഹ്ലാദ. 1951 മെറിലാൻഡ് സ്റ്റുഡിയോ തുടങ്ങുകയും ആത്മസഖി എന്ന പടം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തു വന്നപ്പോൾ പ്രഹ്ലാദയ്ക്ക് ഹാർമോണിയം വായിച്ച ബ്രദർ ലക്ഷ്മണിനെ പി സുബ്രഹ്മണ്യം മുതലാളിക്ക് ഓർമ്മ വന്നു. GR റാവു ആയിരുന്നു സംവിധായകൻ. ആത്മസഖി തമിഴിൽ പ്രിയസഖി എന്ന പേരിലും ഇറക്കി. രാജമാണിക്യം കമ്പനിയിൽ ലക്ഷ്മൺ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു ഹാർമോണിസ്റ്റായിട്ട്. ഒറ്റയാനായി കഴിയാൻ താല്പര്യമുള്ള ബ്രദർ ലക്ഷ്മണിനെ മെറിലാൻഡിൻ്റെ സ്ഥിരം സംഗീത സംവിധായകനാക്കി മാറ്റി. ന്യൂ തിയേറ്ററിൻ്റെ അടുത്തുള്ള
വീട്ടിലായിരുന്നു ജീവിതം. ഇനി ന്യൂ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ വലതുവശത്ത് കാണുന്ന ആ മേളിൽ കാണുന്ന മുറികളെല്ലാം നസീർ സാർ അടക്കം താമസിച്ചിരുന്ന മുറികളാണ്. അതിലൊരു മുറി ശ്രീകുമാരൻ തമ്പി സാറും അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു മുറി സ്ഥിരമായി ബ്രദർ ലക്ഷ്മണന് നൽകി. പ്രേം നസീറും ശ്രീകുമാരൻ തമ്പിയും അടക്കം താമസിച്ചിരുന്ന കെട്ടിടം, അവിടെ ബ്രദർ ലക്ഷ്മണന് സ്ഥിരമായി ഒരു മുറി നൽകി. പാട്ട് ട്യൂണിടാൻ ഒന്നുമില്ലായെങ്കിൽ, ഒരു പണിയുമില്ലായെങ്കിൽ ചെടികൾ നടുകയും അതിനെ നട്ട് വളർത്തി വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിക്കലായിരുന്നു ബ്രദർ ലക്ഷ്മണൻ്റെ പ്രധാന ഹോബി. മെറിലാൻഡ് നിർമ്മിച്ച, വിതരണം ചെയ്ത 2 ഡങ്ങിഴി അടക്കം 70ഓളം ചിത്രങ്ങളിൽ 40ഓളം സിനിമകൾക്ക് സംഗീതം നൽകിയത് ബ്രദർ ലക്ഷ്മണനായിരുന്നു. ദേവരാജൻ മാഷ് മെറിലാൻഡിലേക്ക് വരും വരെ എന്ന് പറയുന്നതായിരിക്കും ശരി. ദേവരാജൻ മാഷ് വന്നപ്പോഴാണ് സിനിമ മാറുകയാണ്. അതിനനുസരിച്ച് സംഗീത സംവിധായകനെയും മെറിലാൻഡ് പതുക്കെ മാറ്റി ദേവരാജൻ മാഷ് വന്നു. മെറിലാൻഡിൻ്റെ എക്സ്ക്ലൂസീവ് സംഗീത സംവിധായകനായിരുന്നു ബ്രദർ ലക്ഷ്മൺ എന്ന് പറയാം. വയസ്സുകാലത്ത് ആരാലും ശ്രദ്ധിക്കാതെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ വച്ച് അദ്ദേഹം മരിച്ചു, അനാഥ ശവമായി മറവ് ചെയ്തു എന്നൊക്കെ ഒരു സിനിമാ പണ്ഡിതൻ വച്ച് കാച്ചുന്നുണ്ട്. ഞാൻ രവി മേനോനെ വിളിച്ച് സംസാരിച്ചു. സിനിമാ പാട്ടുകളെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള രവി മേനോനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇത് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന, ഞാൻ ഈ വർത്തമാനത്തിനിടയിൽ പറഞ്ഞു, സുബ്രഹ്മണ്യ മുതലാളിയുടെ മകൻ എസ് കുമാർ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹരിചന്ദ്രയെക്കുറിച്ചൊക്കെ ആധികാരികമായി ചോദിക്കാമായിരുന്നു, അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രവിമേനോ എന്നോട് പറഞ്ഞു, ഇക്കാര്യം അറിയാൻ ദിനേശ് ആവശ്യം വിളിക്കേണ്ടത് സുബ്രഹ്മണ്യ മുതലാളിയുടെ മറ്റൊരു മകനായ എസ് കാർത്തികൻ സാറിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാർത്തിക സാറിനെ വിളിച്ചു. അപ്പോൾ എന്നോട് രവിമേനൻ ചോദിച്ചു, കാർത്തികേയനെ പരിചയമുണ്ടോ? ഞാൻ അവന് പരിചയമുണ്ടോന്നോ? ഞങ്ങൾ 10-15 വർഷം മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയുടെ എക്സിക്യൂട്ടീവിൽ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. വളരെ നല്ല അടുപ്പമാണെന്ന് മാത്രമല്ല, കാർത്തികൻ സാർ മറന്നുപോയൊരു കാര്യമുണ്ട്. എൻ്റെ വലയം സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ചേച്ചി എന്നോട് പറഞ്ഞു, ദിനേശ് സാറേ, മെറിലാൻഡിലെ കാർത്തിക മുതലാളി അറിയാം? ഞാൻ ഇല്ല. അദ്ദേഹം ഒരു പുതിയ സീരിയൽ ഏഷ്യാനെറ്റിന് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സാറൊന്ന് പോയി കാണും, ഞാൻ വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സോടെ അദ്ദേഹത്തെ പോയി കണ്ടു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒഴുകൊഴുകൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം വിളിച്ചേ ഇല്ല. പക്ഷേ ഞാൻ ഈ ഫ്രട്ടേണിറ്റിയുടെ എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ 15 വർഷം അടുത്തടുത്തിരുന്ന് ഒരുപാട് സിനിമാ കഥകൾ പറഞ്ഞു തരും എനിക്ക്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഒരു ചാൻസ്, അദ്ദേഹം സംവിധാനം ചെയ്യുന്നൊരു സീരിയലിലെ ഡയറക്ടറാവാൻ വേണ്ടി ചെന്നിരുന്നു എന്നുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടില്ല. പുള്ളി ഇങ്ങോട്ടും ചോദിച്ചില്ല, പുള്ളി മറന്നുപോയി എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കാർത്തിക സാറിനെ വിളിച്ചു. ഒരു ചരിത്ര വിദ്യാർത്ഥിയെ പോലെ മെറിലാൻഡ് കഥകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കാർത്തിക മുതലാളി. അദ്ദേഹം പറഞ്ഞത്, ഈ ബ്രദർ ലക്ഷ്മണൻ അനാഥനായി മെഡിക്കൽ കോളേജിൽ കിടന്ന് മരിച്ചു, അനാഥ ശവമായി മറവ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മെറിലാൻഡിൽ ദേവരാജ മാഷിൻ്റെ കടന്നുവരവോടെ ബ്രദർ ലക്ഷ്മൺ സ്വന്തം നാടായ ചിദംബരത്തേക്ക് മടങ്ങി. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ കുറേ വസ്തുവകകളും വീടും ഒക്കെ ഉണ്ടെന്ന്. അദ്ദേഹത്തിന് നാട്ടിൽ പറമ്പും കൃഷിഭൂമിയും ഒക്കെ ഉള്ളതുകൊണ്ട്, ബന്ധുക്കളുമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. അവിടെ വെച്ച് മരിച്ചു എന്ന് മാത്രം കാർത്തികൻ സാറിനറിയാം. മെറിലാൻഡിലാണ് ബ്രദർ ലക്ഷ്മൺ പാട്ട് റെക്കോർഡ് ചെയ്തത്. എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്തതും മെറിലാൻഡിലാണ്. ക്ലാസിക്കൽ സംഗീതത്തിൽ നല്ല അവഗാഹമുണ്ടായിരുന്ന സംഗീതകാരനായിരുന്നു ബ്രദർ ലക്ഷ്മൺ. അങ്ങനെയാണ് എന്നോട് കാർത്തികൻ സാർ പറഞ്ഞത്. നല്ല ക്ലാസിക്കലുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നു ദിനേശ് ബ്രദർ ലക്ഷ്മൺ എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൽ ഈശ്വര ചിന്ത ഇതൊന്നേ എന്ന പാട്ടിലെ വരികൾ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു ബ്രദർ ലക്ഷ്മണൻ്റേത്. വസ്ത്രങ്ങൾ, സംസാരം, പ്രവൃത്തി എല്ലാം വളരെ സിമ്പിളായിരുന്നു, ലളിതമായിരുന്നു. വീട്ടിൽ തപ്പിയാൽ ഗ്രൂപ്പ് ഫോട്ടോകളിൽ ബ്രദർ ലക്ഷ്മണൻ്റെ പടം ഉണ്ടാകും, തരാമെന്ന് കാർത്തിക സാർ എന്നോട് പറഞ്ഞു. വരുന്ന നവംബറിൽ 65 വർഷം പിന്നിടും ഈശ്വര ചിന്ത ഇതൊന്നേ എന്ന ഈ ഗാനം പറന്നിട്ട്. 1961 നവംബർ 9 ഭക്തകുചേല തിയേറ്ററുകളിലെത്തി. പണം വാരി പടമായി മാറി. നാഗവള്ളി RS കുറുപ്പാണ്, എന്താ പറയുക, നമ്മുടെ വേണു നാഗവള്ളിയുടെ അച്ഛൻ നാഗവള്ളി RS കുറുപ്പാണ് ഭക്തകുചേലയുടെ തിരക്കഥ എഴുതിയത്. തിക്കുറിശി, TK ബാലചന്ദ്രൻ, CSR കുമാരി, അംബിക, ശാന്തി, കുശലകുമാരി, അടൂർ പങ്കജം, കൊട്ടാരക്കര, SP പിള്ള മുതലായവരും
കാന്തറാവുവിനോടൊപ്പം അഭിനേതാക്കളായി ഈ ചിത്രത്തിലുണ്ടായിരുന്നു. നീല പ്രൊഡക്ഷൻസിൻ്റേതല്ലാത്ത ഒരു ചിത്രം മാത്രമേ മലയാളത്തിൽ ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകിയിട്ടുള്ളൂ. കൈലാസ് പിക്ചേഴ്സിൻ്റെ കാലം മാറും. ONV ദേവരാജൻ ടീം അരങ്ങേറിയ ഈ ചിത്രത്തിൽ കവിയൂർ രേവമ്മ പാടിയ 2 ഗാനങ്ങളുണ്ട്. തിരുനേനാർ കുറിച്ച് എഴുതി ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകിയ 2 ഗാനങ്ങൾ. തിരുനേനാർ കുറിച്ച് രചിച്ച 200-ലധികം പാട്ടുകൾക്ക് ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി. പി ഭാസ്കറിൻ്റെ 10 ഗാനങ്ങളും ശ്രീകുമാരൻ തമ്പിയുടെ 7 ഗാനങ്ങളും വയലാറിൻ്റെ 2 ഗാനങ്ങളും ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകിയതായി ഉണ്ട്. 1966 മെരിലാൻഡിൽ നിന്നിറങ്ങിയ പ്രിയതമയാണ് ബ്രദർ ലക്ഷ്മണിൻ്റെ അവസാന ചിത്രം. 1952 മുതൽ 1966 വരെയുള്ള മെരിലാൻഡിലെ സംഗീത ജീവിതം. ഇതിൽ കാട്ടുന്ന ബ്രദർ ലക്ഷ്മണിൻ്റെ ഏക പടം ബിനിൽ മലയിൽക്കട ടീമിലെ പ്രദീപ് തന്നതാണ്. അത് AI സംവിധാനത്തിലൂടെ തിരുത്തി കളറാക്കിയാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നരച്ച ഒരു പടമാണ്. ബിനിൽ മലയിൽക്കട എന്ന് പറഞ്ഞ സിനിമകളെക്കുറിച്ച് എഴുതുന്ന 2 പേരിൽ ഒരാളായ പ്രദീപ് എനിക്ക് അയച്ചു തന്നത്. ഫേസ്ബുക്കിൽ സ്മൃതി പരമ്പരയിൽ പ്രദീപ് എഴുതിയത് മാത്രമേ ഉള്ളൂ ബ്രദർ ലക്ഷ്മണനെ പറ്റി പറയാവുന്ന വിവരങ്ങൾ. നമുക്കാദ്യം അതിലെ ആദ്യത്തെ 4 വരി കേൾക്കാം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ഇഹ പരസുകൃതം മേകിടുമാർക്കും ഇതു സംസാര വിമോചനമാർഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കേട്ടല്ലോ, ഈശ്വര ചിന്തയൊന്നേ ഉള്ളൂ മനുജന് ശാശ്വതം ഈ ഉലകിൽ. ഇഹപര സുഹൃതം ഏവിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം എന്നാണല്ലോ പാടിയത്. അതിന് TP ശാസ്ത്രമംഗലം, പ്രിയപ്പെട്ട TP ചേട്ടൻ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന അർത്ഥം, ഈ ലോകത്ത് എല്ലാം നശ്വരമാണ്. അതിനാൽ ദൈവത്തെ സ്മരിക്കുന്നത് മാത്രമാണ് മനുഷ്യന് ശാശ്വതമായ ആശ്വാസം നൽകുന്നത്. സമാധാനവും മരണശേഷം മോക്ഷവും നൽകും. അടുത്ത 4 വരി. കണ്ണിൽ കാൺമതു കളിയായി മറയും കാണാത്തതു നാമെങ്ങനെയറിയും. കണ്ണിൽ കാൺമതു കളിയായി മറയും കാണാത്തതു നാമെങ്ങനെയറിയും. ഒന്നു നനയ്ക്കും മറ്റൊന്നാകും മന്നിതുമായ നാടകരംഗം. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. കേട്ടല്ലോ, ജീവിതം പ്രവചന അതീതമാണെന്നും നാം കാണുന്ന ലൗകിക സുഖങ്ങൾ നശ്വരമാണെന്നും ലോകം ഒരു വലിയ മായയാണെന്നും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം തത്വചിന്താപരമായ കാഴ്ചപ്പാടിലൂടെ പറഞ്ഞാൽ മനുഷ്യൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാനും ഈ വരികൾക്ക് കഴിയും എന്നും കാണാം. അടുത്ത വരി. 10 ലഭിച്ചാൽ 100 ദാഹം, 100 1000 ആക്കാൻ മോഹം. 1000 10,000 ആശയ്ക്കുലകിതിലളവുണ്ടാമോ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ആഗ്രഹം, അത്യാഗ്രഹം എന്നത് ഒരു തീ പോലെയാണ്. അതിലേക്ക് കൂടുതൽ ഇന്ധനം, അതായത് പണം അല്ലെങ്കിൽ സൗകര്യം ചെല്ലും തോറും അത് കൂടുതൽ
ആളിക്കത്തുകയല്ലാതെ ഒരിക്കലും കെട്ടുപോകില്ല. മനുഷ്യൻ ഭൗതികമായ നേട്ടങ്ങൾക്കായി എത്ര ഓടിയാലും സമാധാനവും സന്തോഷവും കണ്ടെത്തണമെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാകണം എന്നാണ് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കിട്ടും വകയിൽ തൃപ്തിയാകാതെ കിട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. നമുക്ക് ലഭിച്ചതിൽ അതെത്ര കുറവാണെങ്കിലും സ്വയം സംതൃപ്തി കണ്ടെത്തുക, അനാവശ്യമായ മോഹങ്ങൾ വെടിയുക, പ്രതിഫലേച്ഛയില്ലാതെ സ്വന്തം കടമകൾ ഭംഗിയായി നിർവഹിക്കുക. അർഹമായ ഫലം ഉചിതമായ സമയത്ത് ദൈവം നൽകിക്കൊള്ളും എന്ന മഹത്തായ സന്ദേശം ഈ വരികൾ ഉൾക്കൊള്ളുന്നു. ഭഗവത്ഗീത, ജ്ഞാനപ്പാന എന്നീ കൃതികളുടെ ആശയത്തോട് ഈ പാട്ട് അടുത്തു നിൽക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ 65 വർഷം കഴിഞ്ഞിട്ടും ഈ പാട്ട് നിലനിൽക്കുന്നത്. എല്ലാവരും ഈ പാട്ട് എല്ലാ ദിവസവും കേട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ എന്ന് സാരം. ഈ ഗാനം വയലിനിലൂടെ മനോഹരമായി തിരുവനന്തപുരം സ്വദേശി ജോബി ആലപിച്ചിട്ടുണ്ട്. ജോബിയുടെ ഫോൺ നമ്പറിനായി തിരുവനന്തപുരത്തെ പ്രധാന പ്രോഗ്രാമുകളെല്ലാം അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന പ്രോഗ്രാമുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന അശോക് കുമാറിനെ ഞാൻ വിളിച്ചു, കാര്യം പറഞ്ഞു. അശോക് ജോബിയെ വിളിച്ചു. എന്നിട്ട് ജോബിയുടെ നമ്പർ എനിക്ക് തന്നു. ഞാൻ ജോബിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ജോബി ഒരു പ്രയാസവും കൂടാതെ എന്നോട് പറഞ്ഞു, ആ വീഡിയോ എടുത്തോളൂ. അങ്ങനെ ജോബി നൽകിയ എന്താ പറയുക, ഈശ്വരചിന്ത ഇതൊന്നേ എന്നുള്ള പാട്ട് ജോബി വയലിനിലൂടെ വായിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ അവസാനമായി ഞാൻ കേൾപ്പിക്കുന്നു. ഒരു സ്റ്റോറി ചെയ്യാനായിട്ട് ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്ന് നോക്കൂ, അവസാനം ജോബിയിൽ ചെന്ന് നിന്നു. ഇനി ജോബി വായിക്കുന്നത് കേട്ടുകൊണ്ട് ഈ പരിപാടി, ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.